കോഴിക്കോട് റോഡിലെ വെള്ളക്കെട്ടിലൂടെ അപകടകരമായ സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർക്കെതിരെ നടപടി. ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായി സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട്. അഭിജിത്ത്, വിവരങ്ങൾ അഭിജിത്ത്. പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ ഈ ഡ്രൈവർക്ക് വീഴ്ച പറ്റിയതായി സ്കൂൾ അധികൃതർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനാലാണ് ഈ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ കടക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഈ ഡ്രൈവർക്ക് ഒരു വിശദീകരണം നൽകാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം ലഭിച്ചതിന് ശേഷം നടപടിയിലേക്ക് കടക്കുമെന്നാണ് ദാറുൽ ഹുദ സ്കൂളിലെ പ്രിൻസിപ്പൽ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഈ സംഭവം ഈ സ്കൂളിലെ 25ഓളം വിദ്യാർത്ഥികളുമായാണ് ഈ സ്കൂൾ ബസ് ഇത്തരത്തിലൊരു സാഹസിക യാത്ര, അപകടകരമായ ഒരു യാത്ര നടത്തിയത്. പാലം മറികടക്കാനുള്ള ശ്രമത്തിനിടെ സ്കൂൾ ബസ് വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം നടത്തിയതിന് പിന്നാലെയാണ് സ്കൂൾ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്തിറക്കി മറ്റൊരു ബസ്സിൽ കയറ്റി ഈ യാത്ര പിന്നീട് നടന്നത്, യാത്ര പുരോഗമിച്ചത്. നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് LKG, UKG ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളിലെ 25ഓളം വിദ്യാർത്ഥികൾ ഈ ബസ്സിനകത്തുണ്ടായിരുന്നു. ഏതായാലും വളരെ അപകടകരമായ ഒരു യാത്ര എന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഏതായാലും ഈ സ്കൂൾ അധികൃതർ ഇതിൽ ഈ ഡ്രൈവർക്കെതിരെ ഒരു നടപടിയിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.